മനുഷ്യ വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ആരൊക്കെ അവസാന പട്ടികയിൽ ഇടം പിടിക്കും എന്നറിയാം. മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നു. കൂടുതൽ പേർ ഇനിയും വലയിൽ കുരുങ്ങുമെന്ന സൂചനകളുമുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് 3 മണിക്കാണ്. തീയതി ഇന്നാണ് 3 മണിക്ക് മുൻപാണ്. മുന്നണികളെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പലയിടങ്ങളിലും CPI-നും LDF-നും UDF-നും ഒപ്പം തന്നെ NDA-ക്കും തന്നെ വിമതരുണ്ട്. NDA-ക്കാണ് താരതമ്യേന വിമതർ കുറവ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാകട്ടെ കോർപ്പറേഷനിൽ തന്നെ LDF-ന് 3 വിമതരാണുള്ളത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം വിമതരായി ചെമ്പഴത്തിയിൽ വാഴോട്ടുകോണത്തും ഒക്കെ തന്നെ ഉള്ളൂരിലും ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത് പാർട്ടിക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാണ്. അതൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവരെ അത് പിൻവലിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ UDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. പക്ഷേ പലയിടങ്ങളിലും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും 3 ഇടങ്ങളിൽ UDF-നും വിമതരുണ്ട്. NDA-ക്കാകട്ടെ കഴക്കൂട്ടത്തടക്കം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം മുന്നണികളെ സംബന്ധിച്ച് നിർണായകമാണ്. 1 ലക്ഷത്തിലധികം ആളുകളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിൽ ഏകദേശം ഒരു 85,000-ഓളം ആളുകൾ നിലവിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോഴിതാ മഴയുടെ കാര്യമാണ്. മഴ കഴിഞ്ഞ ദിവസം കൊണ്ട് തകൃതിയായി പെയ്യുന്നു. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ ഉണ്ടാകും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി തുടങ്ങി 7 ജില്ലകളിൽ ഇന്നും യെല്ലോ അലേർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ ഈ മഴ പെയ്യുന്നതിനൊപ്പം തന്നെ മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടാകുന്നതുകൊണ്ട് പ്രളയ സാധ്യത ഉള്ളതുകൊണ്ട് നദികളിൽ ഇറങ്ങരുത്. തീരപ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. വരുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് 24 മണിക്കൂറിൽ 65.5 മില്ലി മഴ തുടങ്ങി 115.5 മഴ പെയ്യാനുള്ള മില്ലിമീറ്റർ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ മഴയുടെ സാധ്യത അങ്ങനെ പറയുന്നുണ്ട് അടുത്ത 5 ദിവസത്തേക്ക് ഉണ്ടാകും. ഇനി അതുണ്ടാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പത്മകുമാറിന് വേണ്ടി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ഒപ്പം തന്നെ നേരത്തെ ഉള്ള മുൻ ബോർഡംഗങ്ങളായിട്ടുള്ള വിജയകുമാറിന്റെയും ഒപ്പം തന്നെ ശങ്കർദാസിനെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ അത് നിർണായകമാണ്. ഒപ്പം തന്നെ വാസുവിനെ കൂടി ഇതുമായി ബന്ധപ്പെട്ട 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടത്താനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മുഖ്യ പ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ ചില വിദേശ യാത്രകൾ നടത്തിയതായി SIT സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പത്മകുമാറിന്റെ പാസ്പോർട്ട് നേരത്തെ SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് എവിടെയെങ്കിലും ഈ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 2019 ദേവസ്വം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ള മൊഴി നിലവിൽ പത്മകുമാർ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പത്മകുമാർ കൊടുക്കുമെന്നതും അതിനിർണായകമാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.